Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in, amma ba'd. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട അഹ്കാമുകളും അതിൻ്റെ നിബന്ധനകളുമൊക്കെ അല്പാൽപ്പം ഷോർട്ടായിക്കൊണ്ടുള്ള എപ്പിസോഡുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 3 സിറ്റിങ്ങുകൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയി. ഇന്ന് നമ്മുടെ 4ാമത്തെ സിറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പരാമർശിക്കപ്പെടുന്ന കാര്യം വളരെ വിശദമായി സംസാരിക്കുന്നതിന് പകരം അർക്കാനുൽ ഹജ്ജ് വൽ ഉംറ അഥവാ ഹജ്ജിൻ്റെയും ഉംറയുടെയും നിർബന്ധമായ ഒരർത്ഥത്തിൽ അത് ഫറദ് എന്ന് പറയും. ഇവയില്ലാതെ ഒരിക്കലും തന്നെ ഹജ്ജ് ശരിയാവില്ല. ഈ അർക്കാനുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അതോടുകൂടി ഹജ്ജ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എന്ന് പറയുന്ന മറ്റേതാനും കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അതിന് പകരമായി ഫിദിയ നൽകി ആ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് റുക്നുകൾ, ഏതൊക്കെയാണ് വാജിബുകൾ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ സിറ്റിങ്ങിൽ നമ്മൾ പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ റുക്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. ആ ഇഹ്റാമിൻ്റെ രൂപവും എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്നുള്ളതും അപ്പോൾ പാലിക്കേണ്ട മര്യാദകളുമൊക്കെ കഴിഞ്ഞ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചുവല്ലോ. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് നിയ്യത്ത്, ഹജ്ജിൻ്റെയും ഉംറയുടെയും നിയ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭ്യമല്ല. രണ്ടാമത്തേത്, അത് കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമായ കാര്യമാണ്, റുക്നുകളിൽപ്പെട്ട കാര്യമാണ് ഹജ്ജിൻ്റെ തവാഫും ഹജ്ജിൻ്റെ സഅയും നിർവഹിക്കുക എന്നുള്ളത്. അതിന് തവാഫുൽ ഇഫാദ എന്നും പറയപ്പെടുന്നു. അപ്പോൾ തവാഫുൽ ഇഫാദ, അതിനോടനുബന്ധിച്ചുള്ള സഅയ്, ഹജ്ജിൻ്റെ സഅയ്, ഇത് രണ്ടും ഹജ്ജിൻ്റെ റുക്നുകളായിട്ടാണ് എണ്ണപ്പെടുന്നത്. അപ്പോൾ എത്ര ഈ ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക, തവാഫുൽ ഇഫാദ നിർവഹിക്കുക, അതുപോലെ തന്നെ സഅയ് നിർവഹിക്കുക, അതേപോലെ അൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കുക. ഏതുവരെ? അറഫ മൈതാനിയിൽ ഹജ്ജിൻ്റെ ദുൽഹജ്ജ് 9 അന്ന് അറഫയിൽ കഴിയുക. ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അറഫയിൽ നിന്നിരിക്കണം. അല്ലാത്ത ആളുകൾക്ക്, ഈ പറയപ്പെട്ട കർമ്മങ്ങൾ ലഭിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും തന്നെ ഹജ്ജ് അയാളുടേത് ശരിയാവില്ല. അതിന് പകരം നമുക്ക് ഫിദിയ നൽകുകയോ മറ്റെന്തെങ്കിലും ബദൽ സംവിധാനങ്ങളിലൂടെ ആ പ്രശ്നം സോൾവ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഫിദിയ കൊടുത്തു പോലും പരിഹാരമില്ലാത്തതും നിർബന്ധമായി ചെയ്യേണ്ടതുമായ കർമ്മങ്ങൾക്കാണ് റുക്ന് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഉംറയുടെ റുക്നുകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹ്റാം അതിൽപ്പെടുന്നു. അതുപോലെ തന്നെ ഉംറയുടെ തവാഫും സഅയും ഇതുമാണ്. അതുപോലെ തന്നെ ഇതാണ് ഉംറയുടെ റുക്നുകളായിട്ട് എണ്ണപ്പെടുന്നത്. ഇനി നമ്മൾ
റുക്കുനുകൾ കഴിഞ്ഞാൽ പിന്നീട് വാജിബാത്തുകളുണ്ട് ഹജ്ജിന്. ആ വാജിബാത്തിൽപ്പെട്ട കാര്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളത്രേ. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അതിനുള്ള പരിഹാരമുണ്ട്. നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ സുജൂദിൻ്റെ സഹ്വ് ചെയ്ത് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാമല്ലോ. ഇതുപോലെ വാജിബാത്തുകൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിന് പ്രായശ്ചിത്തം നൽകി ഫിദിയ നൽകിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വാജിബാത്തുകൾ? ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പ്രധാനപ്പെട്ടത് മീഖാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇഹ്റാം ഉണ്ടായാൽ ഹജ്ജ് ശരിയാകും, റുക്നാണ്. പക്ഷേ ആ ഇഹ്റാം എവിടുന്ന് ചെയ്യണം? മീഖാത്തിൽ വെച്ച് തന്നെ ചെയ്യണം. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്ത് വിട്ട് കിടക്കുന്നവൻ ഇഹ്റാമിൽ പ്രവേശിക്കാതെ പോകാൻ പാടില്ല. ചില ആളുകൾ, സൗദി അറേബ്യയിലുള്ള ആളുകൾ പലപ്പോഴും തന്നെ മറ്റ് സിറ്റികളിൽ ജോലിക്ക് വന്ന ആളുകൾ ഉംറക്ക് പോകും. എന്നിട്ട് ജിദ്ദയിലൊക്കെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ട്, റിലേറ്റീവിനെയൊക്കെ കണ്ട് അതിനുശേഷം ജിദ്ദയിൽ നിന്ന് ഇഹ്റാം ചെയ്താണ് പോകും. പക്ഷേ അവരുടെ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉംറയാണ്. അത് പറ്റില്ല. അവർ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഫറദാണ്, റുക്നാണ്. പക്ഷേ അത് ഗുറൂബ് വരെയും സൂര്യാസ്തമയം വരെയും നിൽക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ വരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് അറഫയിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്ദലിഫയിൽ ദുൽഹജ്ജ് 9 അന്ന് അറഫയിൽ നിന്ന് പോന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കുക. യൗമുൻ നഹർ, ലൈലത്തുൻ നഹർ എന്നാണത് പറയുന്നത്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് അർദ്ധരാത്രി വരെ എങ്കിലും മുസ്ദലിഫയിൽ രാപ്പാർത്തിരിക്കണം. അങ്ങനെ രാപ്പാർക്കുക എന്നുള്ളതും മിനയിൽ ദുൽഹജ്ജ് 11, 12, 13 ഇങ്ങനെയുള്ള ഈ 3 ദിവസങ്ങളിൽ അയ്യാമുത്ത ശരീഖിൻ്റെ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത്, അഥവാ നമ്മൾ ദുൽഹജ്ജ് 10 അന്ന് എറിഞ്ഞു, തവാഫുൽ ഇഫാദ കഴിഞ്ഞ് ഏറും കഴിഞ്ഞ് ഒരു പക്ഷേ ഹറമിൽ പോയി തവാഫുൽ ഇഫാദയും സഅയും കഴിയും. അങ്ങനെ അവിടുന്ന് ആ 11 അന്ന് നമ്മൾ രാത്രിയിൽ രാപ്പാർക്കണം, 12 അന്നും രാപ്പാർക്കണം. 12 അന്ന് ഏറ് കഴിഞ്ഞ് പോരുന്നവരാണ് എങ്കിൽ 13 അന്ന് രാപ്പാർക്കേണ്ടതില്ല. അല്ലാത്ത മുഴുവനായ രീതിയിൽ ഏറ് പൂർത്തിയാക്കുന്ന ആളുകൾ അയ്യാമുത്ത ശരീഖിൻ്റെ 11, 12, 13 ദിവസങ്ങൾ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളായിട്ടാണ് എണ്ണുന്നത്. അതുപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്, 3 ജംറകളിലും കല്ലെറിയുക എന്നുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെടുന്നു. മുടി വെട്ടുകയോ അതുപോലെ തന്നെ മുടി മുണ്ടനം ചെയ്യുകയോ, അതിലേറ്റവും ബെറ്റർ, ഏറ്റവും ശ്രേഷ്ഠത പുരുഷന്മാർ മുടി മുണ്ടനം ചെയ്യുക എന്നത് തന്നെയാണ്. അത് ഹജ്ജിൻ്റെ ഒരു വാജിബാണ്. അതുപോലെ തന്നെ അതിന് ശേഷം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആള് തവാഫുൽ വദാ നിർവഹിച്ചിരിക്കണം, വിടവാങ്ങൽ തവാഫ് നിർവഹിച്ചിരിക്കണം. ഇതും ഹജ്ജിൻ്റെ റുക്നുകളാണ്, വാജിബാത്തുകളാണ്, റുക്നല്ല, വാജിബാണ്. ഈ വാജിബാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യാൻ വിട്ടുപോയാൽ അത് ഫിദിയ നൽകിക്കൊണ്ട്, നമുക്ക് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ഹജ്ജ് സഹിയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ അർക്കാനുകൾ പഠിച്ചു, വാജിബാത്തുകൾ പഠിച്ചു. റുക്നുകൾ എന്ന് പറഞ്ഞാൽ അത് വിട്ടുപോയാൽ, ചെയ്യാതിരുന്നാൽ ഹജ്ജ് ഒട്ടും ശരിയാവില്ല. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം, ചെയ്യാൻ മറന്നുപോയാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മൾ അനുഷ്ഠിക്കാതിരുന്നാൽ അത് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പരിഹരിക്കാം. ഉംറയുടെ റുക്നുകൾ നമ്മൾ പഠിച്ചു, 3 ഇഹ്റാമിൽ പ്രവേശിക്കുക,
തവാഫും സഅയും ചെയ്യുക. ഇത് ഉംറയുടെ റുക്നാണ്, വാജിബാണ്, ഫറലാണ്, നിർബന്ധമായ കാര്യങ്ങളാണ്. അതിൻ്റെ വാജിബാത്തുകളായി എണ്ണുന്നത് മീഖാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക, ഉംറയുടെ തവാഫും സഅയും നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുടി മുണ്ടനം ചെയ്യുകയോ മുടി വെട്ടുകയോ ചെയ്യുക. ഇതാണ് ഉംറയുടെ വാജിബാത്തുകൾ. അപ്പോൾ റുക്നുകളും വാജിബുകളും പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നാം ഓരോരുത്തരും ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. അതല്ലാത്ത പക്ഷം നമ്മുടെ അടുക്കൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചാൽ, റുക്നുകൾ നഷ്ടപ്പെട്ടാൽ ആ ഹജ്ജ് ബാത്തിലാകുന്നു. വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ അത് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഹജ്ജും സ്വീകാര്യമല്ല. അതിൻ്റെ പ്രായശ്ചിത്തവും ഫിദിയയും നൽകി അത് മബ്റൂറാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഇസ്ലാം അതിന് പരിഹാരം നിർദ്ദേശിച്ചു. അള്ളാഹു മഖബൂലായ ഹജ്ജും ഉംറകളും നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളിലും സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കെല്ലാം അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ശ്രവിച്ച ശ്രോതാക്കളോട് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നിങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.